ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സൂചി നൂലിൽ. ഇന്ന് വന്നിട്ടുള്ള നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു പാൻറ്റ് തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു ഷർട്ട് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു കുഞ്ഞു പാൻറ്റ് തയ്ച്ചിട്ട് എടുക്കാൻ നോക്കാം. അപ്പോൾ ഇതിനു മുമ്പ് ഷർട്ട് വെച്ചിട്ട് ട്രൗസർ തയ്ക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഷർട്ടിൻ്റെ ബട്ടൺസൊക്കെ ഞാൻ നല്ലൊരു ബട്ടൺസ് ആയിരുന്നു, അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ പോക്കറ്റും റിമൂവ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതിൻ്റെ സ്ലീവ് നമുക്ക് ആവശ്യമില്ല. ഇനി അതുപോലെ മറ്റൊരു പാൻറ്റോ അല്ലെങ്കിൽ ഒരു ട്രൗസറോ തയ്ക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ലീവ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഈ ഒരു ഷർട്ടിനെ ഇതുപോലെ ഒന്ന് ആക്കി മടക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പട്ട ഇതിൻ്റെ നടുഭാഗത്തുള്ള ആ ഒരു പട്ട അവിടെ ഇങ്ങനെ നിൽക്കും. ജസ്റ്റ് അത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു കർവ് ഷേപ്പിലുള്ള ഈ ഒരു ഭാഗത്തിനെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ അത് നമ്മൾ മാറ്റിക്കളഞ്ഞിട്ട് പിന്നെ ഈ ഒരു കുറച്ച് കട്ടിയുള്ള ഈ ഒരു 2 പീസ് ഉണ്ടല്ലോ, നമ്മൾ ബട്ടൺസും അതുപോലെ തന്നെ ബട്ടൺ ഹോളും വരുന്ന ഈ ഒരു ഭാഗം, അത് രണ്ടും നമുക്ക് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിസ്റ്റർബൻസും കൂടാതെ നമുക്ക് നല്ല രീതിയിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഷർട്ടിൻ്റെ ഏറ്റവും എൻഡ് ഭാഗമാണ് നമ്മൾ ഇലാസ്റ്റിക് വരുന്ന ഭാഗത്തേക്ക് വെക്കുന്നത്, നമ്മുടെ അരഭാഗമായിട്ട് വെക്കുന്നത് കേട്ടോ. കാരണം അവിടെ ആയിരിക്കും ഏറ്റവും വീതി കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അതാണ് ഇലാസ്റ്റിക് വരുന്ന ഭാഗത്തേക്ക് വെക്കേണ്ടത്. അപ്പോൾ ഇതാണ് അളവിനെടുത്തിട്ടുള്ള ഒരു പാൻറ്റ്. ഇതുപോലത്തെ ഒരു പാൻറ്റാണ് നമ്മൾ തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് ഇവിടുന്ന് ഏകദേശം 20 ഇഞ്ച്, 2 ഭാഗത്തെ ഇലാസ്റ്റിക്കും കവർ ചെയ്ത് നിൽക്കാൻ പാകത്തിന് 20 ഇഞ്ച് നീളത്തിലാണ്, ഫുൾ ലെങ്ത്തിലാണ് നമ്മൾ ഈ ഒരു പാൻറ്റ് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ അരഭാഗത്തിൻ്റെ അവിടെയുള്ള ഇലാസ്റ്റിക്കും കാലിന് ഏറ്റവും എൻഡിൽ വരുന്ന ഇലാസ്റ്റിക്കും കൂടെ കവർ ചെയ്തിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് വരെയുള്ള അളവാണ് നമ്മൾ 20 ഇഞ്ച് എടുത്തിട്ടുള്ളത് കേട്ടോ. ശേഷം നമുക്ക് ഈ ഒരു അരഭാഗത്ത് ഇവിടെ വരുന്ന ഫുൾ വിഡ്ത്തിൽ നമുക്ക് എടുക്കാം. അപ്പോൾ ആദ്യം ഒരു ഹിപ്പ് എത്രയാണ് നോക്കണം നമുക്ക്. അപ്പോൾ ഹിപ്പ് വരുന്നത് 10 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഏറ്റവും മുകളിൽ നിന്ന് ഇവിടുന്ന് 10 ഇഞ്ചിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 1 ഇഞ്ചോളം നമുക്ക് കർവ് ഷേപ്പിൽ വരയ്ക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു 10 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് നമ്മൾ എടുത്തിട്ടുള്ള അടിഭാഗത്തേക്ക് എടുത്തിട്ടുള്ള 10 ഇഞ്ചിലേക്ക് നമുക്കൊരു കർവ് ഷേപ്പിലൊന്ന് വരച്ചു കൊടുക്കാം. ശേഷം നമുക്ക് അടിഭാഗത്ത് കുറച്ചൊക്കെ വിടുത്തിലെടുക്കാം, കാരണം നമ്മൾ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാനാണ്. അപ്പോൾ ഏറ്റവും കുടുക്കിലെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് അതൊരു ബുദ്ധിമുട്ടാകും. അപ്പോൾ ഏകദേശം 8 ഇഞ്ചോ 7 ഇഞ്ച്, ഞാനൊരു 7 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. 8 ഇഞ്ചൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിലൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഇതുപോലെ കർവ് ഷേപ്പിൽ വരച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം ഇതിലൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇലാസ്റ്റിക് വെച്ചെടുക്കുന്ന പണി, അതുപോലെ ചെറുതായിട്ടൊന്ന് ജോയിൻ ചെയ്യേണ്ട പണി, ബാക്കി നമ്മുടെ അടിപൊളി പാൻറ്റ് റെഡി ആയിട്ട് കിട്ടും കേട്ടോ അപ്പോഴേക്കും. അപ്പോൾ ഒരു ഭാഗം ഇതിൽ ഓപ്പൺ ആയിരിക്കും, ഒരു ഭാഗം ക്ലോസ്ഡും ആയിരിക്കും. അപ്പോൾ രണ്ടും ജസ്റ്റ് നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. 2 നല്ല ഭാഗം പിടിച്ചിട്ട് ചീത്ത വശം പുറമേക്ക് ആക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അത് ക്ലോസുള്ള ഭാഗം ചെയ്യണം കേട്ടോ. അങ്ങനെ അപ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു വൃത്തിയിൽ കിട്ടുള്ളൂ. എന്നിട്ട് 2 നല്ല ഭാഗം ഒപ്പം വെച്ചതിന് ശേഷം ഈ ഒരു 2 കർവ് ഷേപ്പിൽ വരുന്ന ഈ ഒരു 2 ഭാഗവും നമുക്ക് ജോയിൻ ചെയ്തിട്ട് എടുക്കണം. ഈ ഒരു വശവും ചെയ്യണം, അതുപോലെ തന്നെ ഈ ഒരു വശവും കൂടെ നമുക്ക് ജോയിൻ ചെയ്തിട്ട് എടുക്കണം. ശേഷം നമുക്ക് എത്ര വീതിയിലാണോ നമ്മൾ ഇലാസ്റ്റിക് വെക്കുന്നത് ആ ഒരു ഇലാസ്റ്റിക് അതിനുള്ളിൽ കൊള്ളുന്ന രൂപത്തിലുള്ള വീതിയിലായിരിക്കണം നമ്മളിത് മടക്കേണ്ടത്. അപ്പോൾ ഞാൻ 3/4 ഇഞ്ചിൻ്റെ ഒരു വിടത്തിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം 1 ഇഞ്ച് ഇവിടെ വിട്ടിട്ട് നമുക്കിതിനെ കവർ ചെയ്തിട്ട് ചുറ്റൊന്ന് അടിച്ചിട്ട് വരാം. അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. അതിൽ ഒരു ഭാഗം 1 ഇഞ്ച് ഒരിത്തിരി വിട്ടിട്ടുണ്ട്, കാരണം നമുക്ക് അതിനുള്ളിലൂടെ ഇലാസ്റ്റിക് കയറ്റാനുള്ളതാണ്. അപ്പോൾ ഏകദേശം ഇവിടെ 17 ഇഞ്ചിൻ്റെ വിടുത്ത് നീളത്തിലുള്ള ഒരു ഇലാസ്റ്റിക്കാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിന് 3/4 ഇഞ്ച് വിടുത്തിലാണ് ഇത് വരുന്നത് ഈ ഇലാസ്റ്റിക്. കുട്ടികളുടെ ഏകദേശം ട്രൗസർ പാൻറ്റിനൊക്കെ 3/4 ഇഞ്ച് വീതി വരുന്ന ഇലാസ്റ്റിക് മതി കേട്ടോ. 1/4 ഇഞ്ചിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഇലാസ്റ്റിക്കിൻ്റെ തുമ്പത്ത് ഞാൻ സൂചി നമ്മുടെ മുട്ടുപിന്ന് കയറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് ഇതിൻ്റെ ഉള്ളിലൂടെ ഫുള്ളായിട്ട് റൗണ്ട് ചെയ്തിട്ട് എടുക്കണം. അങ്ങനെ ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ തുമ്പ് രണ്ടും പോവാതെ വേണ്ടിയിട്ട് സൂക്ഷിക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ അത് രണ്ടും വലിച്ചു കഴിഞ്ഞതിന് ശേഷം ആ 2 ഇലാസ്റ്റിക്കും കൂടെ പിടിച്ചിട്ട് ഒന്ന് ജോയിൻ ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആ ഇലാസ്റ്റിക്കിനെ മാത്രം പിടിച്ചിട്ട് കേട്ടോ. ആ പിന്നെ ഊരിയിട്ട് ഇലാസ്റ്റിക്കിനെ മാത്രം പിടിച്ചിട്ട് നല്ല പോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. വിട്ടു പോരാത്ത രീതിയിൽ നല്ല പോലെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് എടുക്കാം.
അപ്പോൾ അതിന് ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇലാസ്റ്റിക്കിനെ നമ്മുടെ ആ ഒരു പട്ടയുടെ ഉള്ളിലേക്കാക്കിയിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഉള്ളിലേക്ക് പോകും. ശേഷം നമ്മൾ അവിടെ ആ 1 ഇഞ്ച് വിട്ടിട്ടുണ്ടായിരുന്നല്ലോ ഇലാസ്റ്റിക് കയറ്റാൻ വേണ്ടിയിട്ടുള്ള ആ 1 ഇഞ്ച് നമ്മൾ ക്ലോസ് ചെയ്യാതെ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിനൊന്ന് ക്ലോസ് ചെയ്തിട്ട് എടുക്കലാണ് അടുത്ത പരിപാടി. അപ്പോൾ അതിനെ ക്ലോസ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്ലോസ് ചെയ്തെടുത്തിട്ട് അടുത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇലാസ്റ്റിക് നമ്മളെപ്പോഴും കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് കൊടുക്കുന്ന ടൈമിൽ ഇലാസ്റ്റിക്കിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാഞ്ഞാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് മറിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇലാസ്റ്റിക്കിലൂടെ ഒരു സ്റ്റിച്ചും കൂടെ ഒരു വലിയൊരു സ്റ്റിച്ച് നമുക്ക് അതിലൂടെ കൊടുക്കാം. അപ്പോൾ നമ്മൾ ട്രൗസറൊക്കെ ഇടുന്ന ടൈമിൽ ഇലാസ്റ്റിക് അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു പോകുന്നില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ ഏറ്റവും എൻഡ് ഭാഗത്തിൽ ഇതിൻ്റെ ലാസ്റ്റ് പണിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇനി എടുക്കുന്നത് അതിനേക്കാൾ വീതി കുറഞ്ഞിട്ടുള്ള ചെറിയ ഇലാസ്റ്റിക്കിൻ്റെ മാസ്കിൻ്റെ ഒക്കെ ചെറിയ ഇലാസ്റ്റിക് ഉണ്ടല്ലോ, അതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമ്മൾ മാസ്ക് അടിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ചെറിയ ഇലാസ്റ്റിക് ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. അത് രണ്ടും നമ്മൾ അരവണ്ണത്തിന് ചെയ്ത് അതുപോലെ തന്നെ ആദ്യം ഒന്ന് അടിച്ചെടുത്തിട്ട് നമുക്ക് ഇലാസ്റ്റിക് അതിനുള്ളിലൂടെ കയറ്റിയിട്ട് ഇവിടെ നിന്നിങ്ങനെ റൗണ്ട് ചെയ്തിട്ട് അടിച്ചു കൊടുക്കുക. അത്രയും പണിയേ ബാക്കിയുള്ളൂ. നമുക്കത് ചെയ്തിട്ട് കാണാം. അപ്പോൾ അത് ഫുള്ള് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇലാസ്റ്റിക് അതിനുള്ളിലൂടെ വെച്ച് കയറ്റിയിട്ട് നമ്മൾ ചുറ്റുഭാഗത്തിനും അടിച്ചെടുത്തിട്ടുണ്ട്. കർവ് ഷേപ്പിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നല്ല സൂപ്പറായിട്ട് ഏകദേശം ഒരു ഷർട്ട് വെച്ചിട്ട് നമുക്ക് ഇത് വലുപ്പത്തിലുള്ള 2 പാൻസൊക്കെ നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റും കേട്ടോ. ചെറിയ കുട്ടിയൊക്കെ പറ്റിയിട്ടുള്ള ട്രൗസറാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 3 ട്രൗസർ വരെയൊക്കെ നമുക്ക് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിന് മുമ്പ് ഞാൻ ഇതുപോലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ ഡിയേഴ്സ്, ബൈ.